ഞങ്ങൾ ഇടുക്കി ജില്ല കഴിഞ്ഞ് നേരെ കോട്ടയത്തിന് വെച്ച് പിടിക്കാന്ന് വിചാരിച്ചപ്പോ കോട്ടയത്ത് നിന്ന് ഒരാള് നേരെ ഇടുക്കിയിലേക്ക് വരികയാണ്. അതിവേഗം ബഹുദൂരം. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? നല്ല പ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും UDF വലിയ അനുകൂലമായ തരംഗം ഉണ്ടാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. കേരളം ഒട്ടുക്ക് ആ സാഹചര്യമുണ്ട്, പ്രത്യേകിച്ച് സർക്കാരിനെതിരെയുള്ള വിരുദ്ധ വികാരം. പകുതിയിലേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്നത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളുമാണ്. അതെ, ചോദ്യം ചോദിക്കുന്ന ഒരു പ്രശ്നമാണ്. ഞങ്ങൾ അതല്ല പറയാൻ, ജനങ്ങളോട് അതല്ല പറയുന്നത്. ഇത് ചോദ്യം ചോദിക്കുന്നവർക്ക് അതേ ചോദിക്കാവുള്ളൂ. കാരണം ഇത് ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. പണ്ട് ചില കേസുകൾ വന്നപ്പോൾ എൻ്റെ പിതാവിന് ഇതേപോലെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നില്ല. അവസാനം എന്തായി? ഞാൻ പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ വികസന വിഷയത്തിൽ ചർച്ച ചെയ്യണം. ആ വികസനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ചോദ്യം ചോദിക്കുന്നില്ല, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാൽ കാണിക്കുന്നില്ല. ഞാനിപ്പോൾ മെട്രോയുടെ കാര്യം ഇവിടെ പറഞ്ഞു, അത് ഇവർ ഇന്ന് എത്ര ചാനലുകാർ ആ കാര്യം കാണിക്കുമെന്ന് ഞാൻ നോക്കട്ടെ. എന്താണ് LDF സർക്കാരിനെതിരായിട്ട് ഭവിക്കാൻ പോകുന്ന പ്രധാന പോയിന്റുകൾ? എന്തില്ല എന്ന് മാത്രമേ ചോദ്യമുള്ളൂ. എന്തില്ല? റോഡ് തകർന്നു കിടക്കുന്നു, ഗ്രാമീണ റോഡുകൾ സകലതും തകർത്തിട്ടത് മാത്രമല്ല, അത് റിസ്റ്റോർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം പോലും ഏറ്റെടുക്കുന്നില്ല. ഞങ്ങളുടെ 3 പഞ്ചായത്തുകൾ, പുതുപ്പള്ളി, വാകത്താനം, അതുപോലെ തന്നെ പാമ്പാടി, 3 പഞ്ചായത്ത് പറഞ്ഞ് ഞങ്ങൾ റിസ്റ്റോർ ചെയ്യും. വെള്ളം, വൈദ്യുതി, റോഡ് തകർന്നിട്ടുണ്ട്. പിന്നെ സർക്കാർ എന്താ ചെയ്യുന്നത്? സർക്കാർ ആപ്പാടെ ചെയ്തത് നവകേരള സദസ്സ് എന്ന പേര് ഒരു ബസ് എടുത്ത് മൊത്തം കറങ്ങി ഒന്ന് ചുറ്റി കണ്ടു. ആ ബസ് ഇപ്പൊ ഷെഡിൽ കയറിയിരിക്കല്ലേ. ഇവിടെ വികസന പ്രവർത്തനം കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി സർക്കാർ, UDF സർക്കാർ. കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടി രാജിവെച്ചതിന്റെ 3-ാം മാസം കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തോ? ഈ പുതിയ മുഖ്യമന്ത്രിക്ക് അന്ന് ഉമ്മൻചാണ്ടി മാറി പിണറായി ചെയ്തതുപോലെ 3 മാസത്തിനുള്ളിൽ തിരുവനന്തപുരം മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ? അതാണ് LDF UDF തമ്മിൽ വ്യത്യാസം. ഈ ത്രിവർണം ഉള്ള മുണ്ട് കൃത്യമായി സത്യം പറഞ്ഞ ഇന്ന് വേറെ ഒന്നുമില്ല. ഞാൻ ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പ്രാദേശികമായി പാലക്കാട്ടെ പ്രാദേശിക നേതാക്കൾക്ക് തെറ്റുപറ്റിപ്പോയി, അവർ ഇങ്ങനെ വിളിച്ചു കൊണ്ടുവരേണ്ട സാഹചര്യമല്ലായിരുന്നു എന്ന് പൊതുവെ ഒരു ആക്ഷേപമുണ്ട്. ചെറിയൊരു ജാഗ്രത കുറവുണ്ടായെന്ന് എനിക്ക് തോന്നലുണ്ട്. അത് പാർട്ടി നേരത്തെ ഒരു തീരുമാനം എടുത്താൽ പാർട്ടിയുടെ ലീഡർഷിപ്പുമായിട്ട് പിന്നെ ചേർന്ന് നിൽക്കുകയാണ് അവർ ചെയ്യേണ്ടത്. അത് ചെറിയൊരു പാളിച്ച അവർ ഭാഗത്തുണ്ട്. ഇപ്പം രാഹുലിനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിക്കെതിരെ നടക്കുന്ന വലിയ അധിക്ഷേപങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. കോൺഗ്രസ്സുകാരും ചെയ്യുക, കോൺഗ്രസ്സുകാരല്ല ചെയ്യുന്നത്. കോൺഗ്രസിന്റെ പേരിൽ ചിലർ ചെയ്യുന്നതേ ഉള്ളൂ, അത് കോൺഗ്രസ്സുകാരല്ല. എനർജി എന്ന് പറയുന്നതേ ഒരു വല്ലാത്ത കാര്യമാണ്. നമ്മൾ പലപ്പോഴും തോറ്റുപോകുന്നതിന് ഈ കയറ്റൊക്കെ ഓടിക്കുന്നത് ഞങ്ങൾ ഈ ബുള്ളറ്റുമായിട്ട് പോകാനുള്ള പ്രയാസം നമുക്കറിയാം. ഞാൻ 25 ഇതെന്റെ 25th ഇയറാണ്. ആ 25th ഇയറിൽ എനിക്ക് എനർജി കൂടിയിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ഇലക്ഷനൊക്കെ നിലമ്പൂരൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറെ കൂടി ഫാസ്റ്റാണ് ഞങ്ങൾ കഴിച്ചത്. ഞാനത് ശരിക്കും പറഞ്ഞാൽ ഭാരത് ജോഡോയിൽ നിന്നാണ് അതിന്റെ ഒരു എഫക്റ്റ് ഞാൻ തുടങ്ങിയത്. പിന്നെ നിലമ്പൂരിൽ ചെറുതായിട്ടൊന്ന് പരീക്ഷിച്ചു. അപ്പയുടെ തന്നെ ഒരു മാനറിസങ്ങളാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പയുടെ മാനറിസം സ്വാഭാവികമായിട്ട് വരുമല്ലോ, ജീനതല്ലേ. അപ്പോ യാത്ര തുടരട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഇനിയും ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ ഉണ്ടല്ലോ.